എന്തായാലും പൂരത്തിന് അടിപൊളിയാവുന്നുണ്ട് പ്രാവശ്യം ഗംഭീരാണെന്ന് പറയുന്നുണ്ട്. കാളിദാസന അതെ നല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നോക്കട്ടെ. മാഷ് നമസ്കാരം മാഷേ. നമസ്കാരം. ഇന്ന് ടീച്ചർ എവിടെ മാഷേ? അവൾക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ടോ? കുട്ടികളൊക്കെ ഇന്ന് വരില്ലേ? ഓണസദ്യ ഒരുക്കണ്ടേ? അല്ല മാഷേ, വിനയേട്ടനോ പ്രവീണേട്ടനോ ആരാ ഹൈദരാബാദ്? പ്രവി. വിനയൻ ചെന്നൈയിലാണ്. ഇപ്പോൾ വിനയൻ പ്രവിയുടെ അടുത്തുണ്ട്. അവർ ഫാമിലി ആയിട്ട് ഒന്നിച്ചാ വരുന്നത്. മാഷിന് ഒരു മോളും കൂടി ഇല്ലേ? പൂവ് അനു. അവളെ തൃശ്ശൂർക്കാ കൊടുത്തിട്ടുള്ളത്. അവളും കുട്ടികളും ഇന്നലെ വന്നു. പറയും പോലെ മാഷ ഓണസദ്യ അതൊരു ഒന്നൊന്നര ഓണസദ്യ. അതെന്താടാ? അതെന്താണോ, തിരുവോണത്തിന് അന്ന് തന്നെ മാഷ പറഞ്ഞോളേ. ആണോ? ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ മാഷേ. ഒരുപാട് സന്തോഷം. എന്ന് ഞാൻ ചെല്ലട്ടെ, വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. ആയിക്കോട്ടെ മാഷേ. കാലത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ രണ്ടാളും കൂടെ ഇറങ്ങാം. എല്ലാവരും കാണാലോ, അതൊരു സന്തോഷ. ശരി മാഷേ. ഓ മുത്തശ്ശന് പിറന്നാൾ ആശംസകൾ. താങ്ക് യു. സുന്ദരി. മുത്തശ്ശ, എനിക്ക് ഓണക്കോടി ഒന്നുമില്ലേ? തരാട്ടോ. അല്ല അച്ഛാ, അവൾക്ക് മാത്രമേ ഉള്ളൂ ഓണക്കോടി, ഞങ്ങൾക്കൊന്നുമില്ലേ? എല്ലാവർക്കും ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാരും കൂടി വരട്ടെ. മോളെ, അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കും. അച്ഛൻ വന്നു മോളെ? വന്നു. വിനയൻ വിളിച്ചിരുന്നു. അങ്കമാലി എത്തിയെന്നാ പറഞ്ഞത്. ശ്യാമ എവിടെ? അവനങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. നീ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ല, എല്ലാവരും വരട്ടെ എന്ന് കരുതി. വരിക. എന്താ അത്ര വൈകിയേ? ഒന്നും പറയണ്ട അച്ഛാ, തൃശ്ശൂരൊക്കെ എന്തൊരു ബ്ലോക്കായിരുന്നു. ഇരുന്നിരുന്ന് വയ്യാണ്ടായി. ഓ പിന്നെ ബ്ലോക്കേ, ചുമ്മാ പറയണത് അച്ഛാ. ഓ എത്തിയോ കുട്ടി പിശാച്? അതേടാ കുട്ടിദേവങ്ക്. എടി, കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കണേ, നിന്റെ ഏട്ടനല്ലേ? ഓ വന്നല്ലോ, ചോദിക്കാനുള്ള ആള് വന്നല്ലോ. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മോളെ. ദേ വരുന്നു. എനിക്കുണ്ടൊരാള്, കണ്ട ഭാവമുണ്ടോ നോക്കിയേ. എന്റെ പൊന്നോ, ഞാനില്ലേ, അവസാനം നിങ്ങളൊന്നാകും. അല്ലേലും ഞങ്ങൾ ഒന്നല്ലേ? അതന്നെ. വന്നു എല്ലാവരും. യാത്രയൊക്കെ സുഖമായിരുന്നോ? കഴിക്കാൻ വരൂ. നീ പോടി ചേച്ചി.
നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. എടി, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം? ഓ പിന്നെ ഓർമ്മയില്ലാതെ. ഇവൻ ഊഞ്ഞാല് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരുതും. നമ്മുടെ ശങ്കരമാമ ആ മാവിന്റെ മണ്ടയിൽ കയറി ഒതുക്കോന്നൊന്ന് താഴെ വീണതും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഓ, ആ ശങ്കരമാമയുടെ അന്നത്തെ വീഴ്ച ഞാൻ ആകെ പേടിച്ചു പോയി. മൂപ്പര് വടിയായി കാണുന്നു. ആ അതെ, ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോ ആലോചിക്കണായിരുന്നു ഇതുപോലുള്ള എടക്കുറങ്ങിന് ചാടൂന്ന്. പൊന്നു ചേച്ചി, ഞാൻ ചെറിയ കുട്ടിയല്ലേ, എനിക്കറിയോ മൂപ്പര് മാവിന്റെ മണ്ടയിൽ നിന്ന് വീഴുന്നത്. ഇവനല്ലെങ്കിലും പണ്ടേ അങ്ങനെയാ, വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം ആവശ്യപ്പെടും. ആ എന്താ വലിയ ചർച്ചയാണോ? അല്ല അച്ഛാ, ഞങ്ങൾ കുട്ടിക്കാലത്തെ ഓണത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു. അന്നേ ശങ്കരമാമ മാവിന്റെ മുകളിൽ വീണ കാര്യം പറയായിരുന്നേ. ഓ, അന്ന് ഞാൻ ശരിക്കും പേടിച്ചു. അങ്ങനൊരു വീഴ്ചയാണ് അവൻ വീണതേ. അല്ല അച്ഛാ, ശങ്കരമാമ മരിച്ചിട്ടിപ്പോ 2 കൊല്ലൊക്കെ ആയോ? മരിക്കുന്നതിനൊരാഴ്ച മുമ്പ് ഇവിടെ വന്ന് പോയതാ. പാവം. അച്ഛാ, ഇത്തവണ നമ്മുടെ ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളൊന്നുമില്ലേ? ആഘോഷങ്ങളായിട്ടൊന്നുമില്ല. സുഖമില്ലാത്ത ഗോപാലനെ സഹായിക്കണം എന്ന് പറഞ്ഞ് കേട്ടു. അച്ഛാ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അച്ഛനും അമ്മയും ഇത്തവണ ഞങ്ങളുടെ കൂടെ പോരണം. അതിനെന്താ, വരാലോ. അതല്ല അച്ഛാ, ഇവിടെ നിന്ന് മാറി ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കണം. അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഞങ്ങളാണെങ്കിൽ അവിടെയും. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക? അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ ആരുടെ കൂടെ വേണമെങ്കിലും വന്ന് താമസിക്കാം. അതെ, അച്ഛനും അമ്മയ്ക്ക് ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഒന്ന് സമ്മതിക്കമ്മേ. മക്കളെ, കുറച്ച് നാളായി നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് കരുതി. ഞങ്ങൾക്കുള്ളതെല്ലാം കഴിയും വിധം നിങ്ങൾക്ക് വീഴ്ച തന്നിട്ടുണ്ട്. ഇനി ഈ വീടും സ്ഥലവും മാത്രമേ ബാക്കിയുള്ളൂ. അതിനാരാച്ചാ ഇവിടെ കണക്ക് പറഞ്ഞ്? ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ. അതെനിക്കറിയാം, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ലാന്ന്. പക്ഷേ നിങ്ങളോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ദേവകി, അതെടുത്തുകൊണ്ട് വരും. ആ വാടോ, നല്ല സമയത്ത് തന്നെ നിങ്ങളുടെ വരവ്. നമസ്കാരം മാഷേ. വഴി ബ്ലോക്ക് ഉണ്ടായിരുന്നു മാഷേ, അതാ വൈകിയ. ഏയ്, കറക്റ്റ് സമയമാണ്. ഇത് രാജൻ, ഉണ്ണികൃഷ്ണൻ, സുമലത. അല്ല മാഷേ, ടീച്ചർ എവിടെയാ? ഇപ്പൊ വരും, അകത്തേക്ക് പോയിരിക്കുക. മാഷേ, പറയാൻ വിട്ടുപോയി, 1000 പിറന്നാൾ ആശംസ. ഓ, ഒരുപാട് സന്തോഷം. ഇവർ വന്നിട്ടുള്ളത് എനിക്ക് പിറന്നാളാശംസ തരാൻ മാത്രമല്ല, നേരത്തെ നിങ്ങളോട് പറയാൻ വെച്ചിട്ട് കാര്യമില്ലേ, അതിനും കൂടിയേറ്റാ വന്നത്. എന്താ അച്ഛാ, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറയാം. പെൻഷൻകാരുടെ യോഗത്തിന് ചെന്നപ്പോഴാണ് ഈ രാജിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഒട്ടേറെ കുട്ടികൾക്ക് പഠനത്തിന് സഹായങ്ങൾ ചെയ്യുന്നു അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും തോന്നി അങ്ങനൊരു സഹായം ചെയ്യാൻ. ഞങ്ങളുടെ പെൻഷൻ തുകയിൽ നിന്ന് മാസം ഞങ്ങൾ അതിനായിട്ടൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ പഠിപ്പിനായിട്ടാണ് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയതെങ്കിലും അനാഥരായവർക്ക് വേണ്ടി ഒരു കൈത്താങ് എന്ന നിലയിൽ കാരുണ്യം എന്നൊരു സഹായനിധി ഞങ്ങൾ രൂപീകരിച്ചു. ഒരുപാട് പേർക്ക് സഹായം നൽകാനും അതുകൊണ്ട് സാധിച്ചു. ഒരുപാട് പേര് സഹായത്തിനായി ഇപ്പോഴും കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാതെ ഞങ്ങളൊരു തീരുമാനമെടുത്തു.
ഈ വീട് കാരുണ്യത്തിൻ്റെ ഒരു സ്നേഹ വീടാക്കി മാറ്റാൻ തീരുമാനിച്ചു. ഈ വീടും 30 സെൻറ്റ് സ്ഥലവും കാരുണ്യത്തിനായി രജിസ്റ്റർ ചെയ്തു. ബാക്കി സ്ഥലം വിറ്റ് കിട്ടിയ കാശ് ഇതിൻ്റെ ചെലവിലേക്കായി ബാങ്കിൽ നിക്ഷേപിച്ചു. ഇങ്ങനെ തീരുമാനം എടുത്തപ്പോൾ മാഷോട് ഞങ്ങൾ പറഞ്ഞതായിരുന്നു, മകളോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ മാഷ് പറഞ്ഞു, ഇതറിയുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുക നിങ്ങളായിരിക്കുമെന്ന്. അങ്ങനെയാണ് മാഷും ടീച്ചറും നിങ്ങളെ വളർത്തിയതെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കും അറിയാം. അതെ, തീർച്ചയായും ചേച്ചി. ഇവർ ചെയ്യുന്ന പുണ്യപ്രവൃത്തി കൊണ്ട് കിട്ടുന്ന ഗുണം ഞങ്ങൾ മക്കൾക്ക് കൂടി ഉള്ളതല്ലേ. അതെ, ഒരുപാട് പേരുടെ മനസ്സ് നിറയ്ക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. അച്ഛാ, ഇത്തവണത്തെ ഓണക്കോടി ഒരു വലിയ ഓണക്കോടി ആയിട്ടോ. ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓണക്കോടി.